കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 14 അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനം മുഴുവൻ മോശയ്ക്കും അഹ്റോനും എതിരായി തിരിഞ്ഞു. അപ്പോൾ മോശയും അഹ്റോനും അവിടെ ഒന്നിച്ചുകൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽ നൂനിൻ്റെ മകൻ ജോഷുവായും യെഫുന്നയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രങ്ങൾ കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ഒരു ദേശം നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോടുകൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. പ്രിയമുള്ളവരെ, 12 പേർ ദേശം ഉറ്റുനോക്കാൻ പോയപ്പോൾ 10 പേരും ഈ ദേശം നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ ജോഷുവായും കാലേബും മോശയും അഹ്റോനുമൊക്കെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തയോടെ നിലനിന്നു. എന്നാൽ ജനം മുഴുവൻ ഇതിനെതിരായി തിരിഞ്ഞു. അവർ പുതിയൊരു തലവനെ തിരഞ്ഞെടുത്ത് തിരികെ പോകാനായിട്ട് ആരംഭിച്ചു. ഈജിപ്തിലേക്ക് തിരികെ പോകാനായിട്ട് അവർ പദ്ധതിയിടുകയാണ്. ആ സമയത്ത് മോശയും അഹ്റോനും അങ്ങനെ ഒരു തിന്മ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ജനത്തിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ നമ്മെ വല്ലാതെ മാനസികമായ സമ്മർദ്ദത്തിൽ എത്തിപ്പെട്ടിരിക്കാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നാം നാം ഒത്തിരി പരിഹസിക്കപ്പെടുന്നുവെന്ന്. ചില സാഹചര്യത്തിൽ നമുക്ക് തോന്നാം നമ്മുടെ പദ്ധതികളും ആശയങ്ങളും ഒന്നും ആരും വിലമതിക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വാക്കിന് വാക്കായിട്ടല്ല നാം പ്രതികരിക്കേണ്ടത്. മറിച്ച് ആ ജനത്തിൻ്റെ മുൻപിൽ കുമ്പിടുവാൻ മോശയും അഹ്റോനും തീരുമാനിക്കുകയാണ്. അവരുടെ കാല് പിടിച്ച് മോശയും അഹ്റോനും അപേക്ഷിച്ചു, നിങ്ങൾ തിരിച്ചു പോകരുത്. ആ സമയത്ത് തന്നെ ജോഷുവായും കാലേബും പറഞ്ഞു, നമ്മൾ കണ്ടിരിക്കുന്ന ദേശം വളരെ വിശിഷ്ടമായൊരു ദേശമാണ്. പാലും തേനും ഒഴുകുന്നൊരു ദേശമാണ്. കർത്താവ് സംപ്രീതനാണെങ്കിൽ നമുക്ക് ആ ദേശം ലഭിക്കുകയും അവിടുത്തെ ജനത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ മറ്റ് നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, 10 പേരും പറഞ്ഞിരിക്കുന്നത് ആ ദേശത്തെ ജനങ്ങൾ വളരെ അധികായകന്മാരാണ്, അവർ വലിയ രാക്ഷസന്മാരാണ് എന്നൊക്കെയാണ്. അങ്ങനെ ഈ ജനത്തെ മുഴുവൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ദൈവ പദ്ധതി നടപ്പിലാക്കാൻ 4 പേർ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ദൈവം ആ പദ്ധതിയുടെ, കർത്താവിൻ്റെ പദ്ധതിക്കെതിരായിട്ടുള്ള ഒരു പിറുപിറുപ്പ്, ഒരു മറുതലിപ്പ് അവിടെ സംഭവിക്കുകയാണ്. അതൊരിക്കലും ഒരു സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ നാം ഒരിക്കലും ഒരു നേതൃത്വത്തിനെതിരെ മറുതലിക്കുവാനായിട്ട് പാടില്ല. അതൊരിക്കലും ദൈവീകമായ ഒരു കാര്യമല്ല എന്ന് നാം തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ നയിക്കുന്ന വഴികൾ വളരെ വ്യത്യസ്തമാണ്. കർത്താവ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴികൾ വളരെ വ്യത്യസ്തമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മനുഷ്യൻ്റെ സഹായമില്ലാതെ ദേശങ്ങളും രാജ്യങ്ങളും സ്വന്തമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ചില വിട്ടുവീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊക്കെ നടത്തി ദൈവാരാധകരായി മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ച്.